10th ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസില ഓൾജിബ്ര ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് ആണ് പറയാൻ പോണത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾജിബ്ര ഓഫ് സീക്വൻസ് പഠിച്ചായിരുന്നു. പൊസിഷനും ടേമും വെച്ചിട്ട് ഓൾജിബ്ര ഓഫ് സീക്വൻസ് നമ്മളൊരു ബോക്സ് വരച്ചൊക്കെ ചെയ്തതാണ്. ഓർക്കുന്നുണ്ടാവും എല്ലാവരും. ഫസ്റ്റ് പൊസിഷനിലുള്ള ഇത് വെച്ചിട്ട് x1 എഴുതും, സെക്കൻഡ് പൊസിഷൻ വെച്ചിട്ട് എഴുതി, ലാസ്റ്റ് nth പൊസിഷനിൽ വന്നതിനെയാണ്, അതായത് xnനെയാണ് ഓൾജിബ്ര എന്ന് പറയുന്നത്, സീക്വൻസിൻ്റെ ഓൾജിബ്ര. ഇവിടെ നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഓൾജിബ്രയാണ് പറയണത്. അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഓൾജിബ്രേനെ നമ്മൾ ഡിനോട്ട് ചെയ്യണത് x എന്ന് തന്നെയാണ്. അതിൻ്റെ റിസൾട്ട്സ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഫസ്റ്റ് ടൈം നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് x1 എന്നാണ്. കോമൺ ഡിഫറൻസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് d എന്നാണ്. അപ്പോൾ x1 ഫസ്റ്റ് ടേമും d കോമൺ ഡിഫറൻസും ആയിട്ടുള്ള ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷനെ ഡിനോട്ട് ചെയ്യണത് x എന്നാണ്. അത് തന്നെയാണ് nth ടൈമിനെ നമ്മൾ x എന്നാണ് ഡിനോട്ട് ചെയ്യണത്. അപ്പോൾ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാലും nth ടൈം എന്ന് പറഞ്ഞാലും x എന്നാണ്. ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ xn = dn + x1 - d. അതായത് ഫസ്റ്റ് ടൈമും കോമൺ ഡിഫറൻസും അറിയാമെങ്കിൽ നമുക്ക് ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് എഴുതാൻ പറ്റും. ഇനി സെക്കൻഡ് റിസൾട്ട് പറയണത്, നമ്മൾ ഈ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ യൂസ് ചെയ്ത് കിട്ടുന്ന ആൻസറിൻ്റെ ഫോം എപ്പോഴും an + b എന്നായിരിക്കും. അതായത് n ഉള്ള ഒരു ടേമും ഉണ്ടാവും, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ടേമും ഉണ്ടാവും. വേർ a and b ആർ ഫിക്സഡ് നമ്പേഴ്സ്. അതായത് xn = an + b ഫോമിലാണ് വന്നത് എങ്കിൽ അതെന്തായിരിക്കും, ഏത് അരിത്തമെറ്റിക് സീക്വൻസും ആ ഫോമിലായിരിക്കും വന്നത്. നേരെ തിരിച്ചും നമുക്ക് പറയാം, ഈ ഫോമിൽ വന്ന ഏതൊരു ഇതും എന്തായിരിക്കും എന്ന് പറയാം, അരിത്തമെറ്റിക് സീക്വൻസ് ആയിരിക്കും എന്ന് പറയാം. ഇനി തേർഡ് റിസൾട്ട് പറയണത്, നമ്മൾ ഓൾജിബ്ര xn = an + b എന്നാണ് എഴുതുന്നത്. അതിൽ എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് വന്നത് എപ്പോഴും കോമൺ ഡിഫറൻസ് ആയിരിക്കും. അതായത് ഇവിടെ a എന്ന് പറയണത് കോമൺ ഡിഫറൻസ് ആയിരിക്കും. നമുക്ക് ഈ ഇക്വേഷനിൽ നോക്കിയാൽ അറിയാം dn എന്നാണ് വന്നത്. അപ്പോൾ എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും കോമൺ ഡിഫറൻസ് ആയിരിക്കും. പിന്നെ b എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും. അതായത് ഫസ്റ്റ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്ത് കിട്ടുന്ന ആൻസറാണ് b ആയിട്ട് എഴുതുന്നത്. അപ്പോൾ 3 റിസൾട്ട്സ് ആണുള്ളത്. ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യണം. nth ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ ഓൾജിബ്ര കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് xn = dn + x1 - d. എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? ഫസ്റ്റ് ടൈമും അറിയണം, കോമൺ ഡിഫറൻസ് അറിയണം, എന്നാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനെ ബേസ് ചെയ്തുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what is the nth term of the sequence 1, 5, 9 etc. ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്, അതിൻ്റെ nth ടൈം കാണണം. nth ടൈം എന്ന് പറഞ്ഞാൽ ഏതാണ് ഡിനോട്ട് ചെയ്യണത്? xn ആണ്. xn ആണ് കണ്ടുപിടിക്കേണ്ടത്. xn കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, xn nth ടൈം തന്നെയാണ് ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാലും. അപ്പോൾ xn കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചേക്കണത് dn + x1 - d എന്നാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വേണം? കോമൺ ഡിഫറൻസും വേണം, ഫസ്റ്റ് ടൈമും വേണം. ഇപ്പോൾ സൈഡിൽ അത് തന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഫസ്റ്റ് ടൈം സീക്വൻസിൽ നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ് ഫസ്റ്റ് ടൈം? ഇറ്റ് ഈസ് 1. കോമൺ ഡിഫറൻസ് d കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? x2 - x1. സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം മൈനസ് ചെയ്ത് കിട്ടുന്നതാണ് കോമൺ ഡിഫറൻസ്. അപ്പോൾ x2 - x1 എന്ന് പറഞ്ഞാൽ x2ൻ്റെ പ്ലേസിലേക്ക് കിടക്കുന്നത് 5 മൈനസ് x1ൻ്റെ പ്ലേസിൽ കിടക്കുന്നത് 1. 5 - 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4. അപ്പോൾ ഫസ്റ്റ് ടൈമും അറിയാം, കോമൺ ഡിഫറൻസും അറിയാം. അത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡിയുടെ പ്ലേസിൽ 4 വരും. 4n + x1 എന്ന് പറഞ്ഞാൽ 1 ആണ്, മൈനസ് d എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ആണ്. അപ്പോൾ 1 - 4 which is equal to 4n + 1 - 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഗ്രേറ്ററിൽ നിന്ന് സ്മോളർ മൈനസ് ചെയ്ത് ഗ്രേറ്ററിൻ്റെ സൈനാണ് കൊടുക്കേണ്ടത്. അപ്പം -3 എന്നാണ് വന്നത്. ഒരു നമ്പറിന് 2 സൈൻ വരാൻ പാടില്ല. വന്നിട്ടുണ്ടെങ്കിൽ അത് കോമൺ ആയിട്ടുള്ള സൈൻ ആക്കി എഴുതണം. പ്ലസും മൈനസും വരുമ്പോൾ നമ്മൾ മൈനസാണ് എഴുതാറുള്ളത്. അതായത് 4n - 3 എന്ന് വരും nth ടൈം. ഇപ്പോൾ ക്ലിയർ ആയി nth ടൈം എങ്ങനെയാണ് കണ്ടുപിടിക്കണേന്ന്? സീക്വൻസ് തന്നിട്ടുണ്ടാവും, nth ടൈമിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതാം. ആ ഇക്വേഷൻ നോക്കുമ്പോൾ നമുക്കറിയാം ഡിയും x1ഉം അറിഞ്ഞാൽ മാത്രമേ ആൻസറിലോട്ട് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ടുള്ള x1 നമുക്ക് സീക്വൻസിൽ നിന്ന് കണ്ടുപിടിച്ച് എഴുതാം.
കോമൺ ഡിഫറൻസ് x2 മൈനസ് x1 എന്നാണ്. x2 മൈനസ് x1 ഇക്വേഷൻ യൂസ് ചെയ്ത് 5 മൈനസ് 1 ഇസ് ഈക്വൽ ടു 4 എന്ന് വരും. അത് ജസ്റ്റ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് x1 മൈനസ് d എന്നുള്ള ആൻസർ കണ്ടിട്ട് വേണം ഇതിലോട്ട് ചേർത്ത് എഴുതാനായിട്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് the algebraic expression? What is the algebraic expression of the secants 2, 10, 18 etc. ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ് കാണേണ്ടത്. ഓൾജിബ്രായിക് എക്സ്പ്രഷനെ ഡിനോട്ട് ചെയ്യണത് എങ്ങനെയാണ്? എക്സ് എൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം എക്സ്-എന്നിൻ്റെ ഇക്വേഷൻ എഴുതാം. എക്സ്-എൻ ഇസ് ഈക്വൽ ടു dn പ്ലസ് x1 മൈനസ് d. ഡിയും x1ഉം അറിയണം. ഇപ്പം x1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം എത്രയാണ്? 2. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x2 മൈനസ് x1 ആണ്. ഇക്വേഷൻ x2 മൈനസ് x1. x2ൻ്റെ പ്ലേസിൽ 10, x1ൻ്റെ പ്ലേസിൽ 2. 10 മൈനസ് 2 എത്ര കിട്ടും? 8 എന്ന് കിട്ടും. അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 8n പ്ലസ് x1 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 മൈനസ് 8 വിച്ച് ഇസ് ഈക്വൽ ടു 8n പ്ലസ് മൈനസ് 6. പ്ലസ് മൈനസും വരുമ്പോൾ നമ്മൾ മൈനസാണ് എഴുതാറുള്ളത്. അപ്പോൾ 8n മൈനസ് 6 എന്ന് വരും ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. അപ്പോൾ എടുത്ത് എഴുതാം. ദ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഈസ് xn is equal to 8n minus 6. ഇതാണ് ആൻസർ ആയിട്ട് വന്നത്. ക്ലിയർ ആയല്ലോ? ഇനി തേർഡ് ക്വസ്റ്റ്യൻ, the eighth term of an arithmetic sequence is 12 and its 12th term is 8 and its 12th term is 8. What is the algebraic expression? What is the algebraic expression of this sequence? കഴിഞ്ഞ പ്രോബ്ലത്തിലേതുപോലെ സീക്വൻസ് തന്നിട്ടില്ല, നമുക്ക് 2 ടേംസ് ആണ് തന്നേക്കുന്നത്. 8th ടേം എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 12 എന്ന് തന്നിട്ടുണ്ട്. 12th ടേം 8 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 8th ടേമിനെ ഡിനോട്ട് ചെയ്യണത് x8 എന്നാണ്. 8th ടേം 12 എന്ന് തന്നിട്ടുണ്ട്. 12th ടേം 8 എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്ന 2 ടേം തന്നിട്ടുണ്ടെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞതാണ്. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്നാണ്. ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നേക്കുന്ന ടേംസ് തമ്മിലുള്ള ഡിഫറൻസ്, അതായത് x12 മൈനസ് x8 ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തമ്മിലുള്ള പൊസിഷൻ, ഏത് പൊസിഷനിലാണ് കിടക്കണതെന്ന്. 12th 8th പൊസിഷനിലല്ലേ, അപ്പോൾ 12 മൈനസ് 8 എന്ന് വരും. ഇനി x12ൻ്റെ പ്ലേസിൽ എത്രയാണ് കൊടുക്കേണ്ടത്? 8 മൈനസ് x8 എന്ന് പറഞ്ഞാൽ 12 ആണ്. ഡിവൈഡഡ് ബൈ 12 മൈനസ് 8 എന്ന് പറഞ്ഞാൽ 4 ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 4/4 എന്ന് പറഞ്ഞാൽ ആൻസർ എത്ര വരും? -1 എന്ന് വരും. ഇപ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടിയിട്ടുണ്ട്. ഇനി എന്തും കൂടി കിട്ടണം? ഫസ്റ്റ് ടൈമും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ടൈം കിട്ടാൻ 8th ടേമിൻ്റെ ഇക്വേഷൻ, 8th ടേം നമുക്ക് 12 ആണെന്ന് തന്നിട്ടുണ്ട്. 8th ടേമിൻ്റെ ഇക്വേഷൻ എന്താ? x1 പ്ലസ് എത്ര d എന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത്? 8നേലും 1 കുറവ് 7d ആണ് 12 എന്ന് തന്നേക്കുന്നത്. അപ്പോൾ 8th ടേമിൻ്റെ ഇക്വേഷൻ എഴുതാം x1 പ്ലസ് 7d.
ഡിയുടെ പ്ലേസിൽ എത്ര വേണം കൊടുക്കാൻ? -1. കോമൺ ഡിഫറൻസ് -1 ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 7 × -1 എന്ന് പറഞ്ഞാൽ -7 ആണ്. -7 ഈക്വൽ ടു അപ്പുറത്തോട്ട് പോകുമ്പോൾ +7 ആവും. 12 + 7 which is equal to 19. ഫസ്റ്റ് ടേമും കിട്ടി, കോമൺ ഡിഫറൻസും കിട്ടി. ആൾജിബ്രായിക് എക്സ്പ്രഷൻ ഏതാലോ? ദ ആൾജിബ്രായിക് എക്സ്പ്രഷൻ ഈസ് equation xn is equal to dn plus x1 minus d എന്നാണ്. ഡിയുടെ പ്ലേസിൽ എത്ര വേണം കൊടുക്കാൻ? -1n പ്ലസ് x1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 19. ഈ മൈനസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഡിയുടെ പ്ലേസിൽ ആൻസർ -1 ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നെഗറ്റീവ് എന്നുള്ളത് ഇക്വേഷനിലുള്ള നെഗറ്റീവാണ്. ഡിയുടെ ആൻസർ -1 ആണ്. അപ്പോൾ ആ -1 രണ്ടാമത് എഴുതണം. ആ നെഗറ്റീവ് വരുമ്പോൾ അത് എന്തായി പോവും? പോസിറ്റീവായി പോവും. അതായത് -1n പ്ലസ് 19 + 1 എന്ന് വരും. എത്രയാണ് 19 + 1? 20. അപ്പോൾ ആൾജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് -1n + 20 എന്ന് വരും. ഇപ്പോൾ രണ്ട് ടേംസ് തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം കോമൺ ഡിഫറൻസ് ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യാം. എന്നിട്ട് ഏതെങ്കിലും ഒരു ടേം എടുത്ത് എഴുതുക. ഇവിടെ 8th ടേമാണ് ഞാൻ എഴുതിയേക്കുന്നത്. 8th ടേമിൻ്റെ ഇക്വേഷൻ x1 + 8 1 കുറവ് 7d എന്നാണ്. which is equal to 12. ഡിയുടെ പ്ലേസിൽ -1 കൊടുക്കുക, -7 ആകും. ആ -7 ഈക്വൽ ടു അപ്പുറത്തോട്ട് പോകുമ്പോൾ +7 ആവും. 12 + 7 is equal to 19. പിന്നെ അത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ -1n + 20 എന്നാണ് കിട്ടുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, prove that the arithmetic sequence with the first term 1/3 and common difference 1/6 and common difference 1/6 contains all natural numbers. പ്രൂവ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ടൈം 1/3 കോമൺ ഡിഫറൻസ് 1/6 അരിത്തമെറ്റിക് സീക്വൻസിൽ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഉണ്ടാവുമെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യനിൽ പ്രൂവ് ദാറ്റ് എന്നുള്ള സെക്ഷനിലൊക്കെ നമ്മൾ ആ സീക്വൻസിൻ്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ വേണം കണ്ടുപിടിക്കാൻ. എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്? ഫസ്റ്റ് ടൈം 1/3 ആണെന്ന് തന്നിട്ടുണ്ട്. കോമൺ ഡിഫറൻസ് 1/6 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആൾജിബ്രായിക് എക്സ്പ്രഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ടൈം കോമൺ ഡിഫറൻസ് അറിയാമെങ്കിൽ ആൾജിബ്രായിക് എക്സ്പ്രഷൻ നമുക്ക് നേരിട്ട് എഴുതാം. ദ ആൾജിബ്രായിക് എക്സ്പ്രഷൻ ഈസ് xn is equal to dn plus x1 minus d. അതാണ് ഇക്വേഷൻ. ഡിയുടെ പ്ലേസിൽ എത്ര കൊടുക്കുക? 1/6 ആണ് കോമൺ ഡിഫറൻസ്. അപ്പോൾ 1/6n പ്ലസ് x1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/3 മൈനസ് ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 1/6 which is equal to ഫസ്റ്റ് ടൈം 1/6n ആണ്. സെക്കൻഡ് ടൈം മൈനസ് ചെയ്യാനാണ്. ഡിനോമിനേറ്റർ സെയിം അല്ല. അപ്പോൾ LCM കണ്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അതിൽ നോക്കി ഡിനോമിനേറ്റർ 6 ആണ്. 3നെ 6 ആക്കാൻ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പോൾ ഡിനോമിനേറ്റർ രണ്ടും സെയിം ആവും. അതല്ലാന്നുണ്ടെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എടുത്ത് ഷോർട്ട് ആക്കിയാലും മതി. അപ്പോൾ ആൻസർ എന്ത് വരും? 1 × 2 2/3 × 2 6 മൈനസ് 1/6. ഇപ്പോൾ ഡിനോമിനേറ്റർ രണ്ടും കോമൺ ആയിട്ട് വരും. ഡിനോമിനേറ്റർ കോമൺ ആണെങ്കിൽ ന്യൂമറേറ്റേഴ്സ് മാത്രം സോൾവ് ചെയ്താൽ മതി. 1/6n പ്ലസ് എത്രയാണ്? 2 - 1 1 ബൈ എത്ര വരും? 6. ഇതിൽ 1/6 കോമൺ ആയിട്ട് നമ്മൾ ഔട്ട് സൈഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആൻസർ എന്ത് വരും? രണ്ട് ടേമിലും 1/6 ഉണ്ട്. അപ്പോൾ ആ 1/6 നമുക്ക് കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കാം. ഇതിൽ നിന്ന് 1/6 പോയാൽ ബാലൻസ് n
പ്ലസ് ഇതിൽ നിന്ന് 1/6 ഔട്ട് സൈഡ് എടുത്താൽ അവിടെ 1 ആണുള്ളത്. അപ്പോൾ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 1/6 ഇൻറ്റു n+1 എന്നാണ് വന്നേക്കുന്നത്. ക്ലിയർ ആയോ എങ്ങനെ ചെയ്തു എന്നുള്ളത്? ഫ്രാക്ഷൻസ് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഡിനോമിനേറ്റർ സെയിം ആവണം. സെയിം ആക്കാൻ ഫസ്റ്റ് ഇത് 6 ആക്കാനായിട്ട് ഡിനോമിനേറ്ററിന് ഇൻറ്റു 2 ചെയ്താൽ മതി. അപ്പോൾ നമ്മളൊരു ഫ്രാക്ഷന് ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിന് മാത്രമല്ല അതിൻ്റെ ന്യൂമറേറ്ററിനെയും സെയിം നമ്പേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് വേണം ചെയ്യാൻ. അപ്പോൾ ഫൈനൽ ആൻസർ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കിട്ടിയേക്കുന്നത് 1/6 ഇൻറ്റു n+1 എന്നാണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതിലെല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഉണ്ടാവും എന്നാണ്. നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 3, 4 ഇതെല്ലാം ഈ സീക്വൻസിൽ ഉണ്ടാവും എന്ന് കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നോക്കി 1/6 എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഫ്രാക്ഷൻസ് വരാൻ പാടില്ല നാച്ചുറൽ നമ്പർ. അതായത് 6 ക്യാൻസലായി പോകണം. 6 ക്യാൻസലായി പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്നിൻ്റെ പ്ലേസിൽ ഏത് നമ്പർ കൊടുത്താലാണ് ന്യൂമറേറ്റർ 6 ആയിട്ട് മാറണത്? n+1 എന്നുള്ളതിൻ്റെ ആൻസർ 6 വന്നാലാണ് അത് ക്യാൻസൽ ചെയ്ത് 1 എന്നുള്ള നാച്ചുറൽ നമ്പർ കിട്ടുള്ളൂ. അപ്പോൾ n+1 6 വന്നെന്നുണ്ടെങ്കിൽ എന്നിൻ്റെ വാല്യൂ എത്രയായിരിക്കണം? 5 ആയിരിക്കണം. എന്നാലല്ലേ 5+1 6 ആവുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം കൊടുക്കണത് ഇഫ് n = 5, n 5 ആണ് എങ്കിൽ എങ്ങനെയായിരിക്കും ആൻസർ വന്നതെന്നാണ്. അപ്പോൾ ഇവിടെ എന്നിൻ്റെ പ്ലേസിൽ 5 കൊടുക്കുമ്പോൾ എന്ത് വരും? x5 = ആൻസർ വന്നത് 1/6 ഇൻറ്റു എന്നിൻ്റെ പ്ലേസിൽ 5 വരും. 5 + 1 which is equal to 1/6 ഇൻറ്റു 6. അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 എന്നുള്ള നാച്ചുറൽ നമ്പർ കിട്ടും. ഇനി 2 എന്നുള്ള നാച്ചുറൽ നമ്പർ കിട്ടണം. അതിന് എന്നിൻ്റെ പ്ലേസിൽ എത്ര കൊടുക്കണം? ഇവിടെ ന്യൂമറേറ്റർ 2 കിട്ടണമെങ്കിൽ 6 ആയിട്ട് ക്യാൻസൽ ചെയ്ത് പോയി 2 വരണം. അതായത് 12 വന്നിട്ടുണ്ടെങ്കിലാണ് 6ഉം 12ഉം കൂടി ക്യാൻസൽ ചെയ്ത് ന്യൂമറേറ്റർ 2 വരുള്ളൂ. അപ്പോൾ 12 വന്നെങ്കിൽ എന്നിൻ്റെ പ്ലേസിൽ എത്ര കൊടുക്കണം? 11 കൊടുത്താലല്ലേ 11 + 1 12 ആകുള്ളൂ. അപ്പോൾ ഇഫ് n = 11, x11 = 1/6 ഇൻറ്റു എന്നിൻ്റെ പ്ലേസിൽ 11 വരുമ്പോൾ 11 + 1 = 1/6 ഇൻറ്റു 12. 11 + 1 എന്ന് പറഞ്ഞാൽ 12 ആണ്. ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ഏത് നാച്ചുറൽ നമ്പർ കിട്ടും? 2 എന്നുള്ള നാച്ചുറൽ നമ്പർ കിട്ടും. ഇനി 3 കിട്ടണം എന്നുണ്ടെങ്കിൽ n+1 എത്രയായിരിക്കണം? 18 ആയിരിക്കണം. എന്നാലേ കട്ട് ചെയ്ത് 3 എന്നുള്ളത് വരുള്ളൂ. അപ്പോൾ എന്നിൻ്റെ പ്ലേസിൽ കൊടുക്കേണ്ട വാല്യൂ എത്രയാണ്? 17. ഇഫ് n = 17, x17 = 1/6 ഇൻറ്റു 17 + 1 which is equal to 1/6 ഇൻറ്റു 17 + 1 എന്ന് പറഞ്ഞാൽ 18 ആണ്. അപ്പോൾ 6ഉം 18ഉം കൂടി ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ 3 എന്ന് കിട്ടും. ഏത് നാച്ചുറൽ നമ്പർ കിട്ടും? 3 എന്ന് കിട്ടും. ഇങ്ങനെ എത്ര നാച്ചുറൽ നമ്പേഴ്സ് വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റൂലേ? അപ്പോൾ ഫുള്ളായിട്ട് നിങ്ങൾ എഴുതണ്ട, ഒരു 3 എണ്ണം എങ്ങനെ കിട്ടും എന്നുള്ളത് കാണിച്ചിട്ട് കണ്ടിന്യൂയിങ് ലൈക്ക് ദിസ്, ഇതേപോലെ കണ്ടിന്യൂ ചെയ്താൽ, കണ്ടിന്യൂയിങ് ലൈക്ക് ദിസ് we get all natural numbers. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ നമുക്ക് എല്ലാ നാച്ചുറൽ നമ്പേഴ്സും കിട്ടും എന്ന് കാണിച്ചാൽ മതി. ഒരു 3 എണ്ണം കാണിച്ചിട്ട് ബാക്കി ഇതേപോലെ എല്ലാം നമുക്ക് എഴുതി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എക്സാമ്പിളായിട്ടുള്ള ഒരു 3 എണ്ണം കാണിച്ചിട്ട് ഇതേപോലെ ചെയ്താൽ ബാക്കി എല്ലാ നാച്ചുറൽ നമ്പേഴ്സും നമുക്ക് ഈ സീക്വൻസിൽ നിന്ന് കിട്ടും എന്ന് എഴുതിയാൽ മതി. ക്ലിയർ ആയോ? ഇനി 5th ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതേപോലെ തന്നെയാണ്. പ്രൂവ് ദാറ്റ് ദ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടൈം 1/3 ആൻഡ് കോമൺ ഡിഫറൻസ് Fifth question. Prove that the arithmetic sequence with first term 1/3 and common difference 2/3 contains all odd numbers but no even numbers. But no even numbers. നോക്കിയ ക്വസ്റ്റ്യൻ എന്താണ്? കഴിഞ്ഞ പ്രോബ്ലത്തിൽ എല്ലാ നാച്ചുറൽ നമ്പേഴ്സ് എന്നാണ് പറഞ്ഞത്. ഇതിൽ എല്ലാ ഓഡ് നമ്പേഴ്സ് ഉണ്ടാവും, പക്ഷെ എന്തുണ്ടാവില്ല? ഈവൻ നമ്പേഴ്സ് ഉണ്ടാവില്ല എന്ന് കാണിക്കണം. ഇപ്പോൾ പറഞ്ഞായിരുന്നു ഇങ്ങനെ പ്രൂഫിൻ്റെ ക്വസ്റ്റ്യൻ തരുമ്പോൾ നമ്മൾ എന്താണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്? ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കാണണം. അതിന് ഫസ്റ്റ് ടൈം 1/3 എന്നും കോമൺ ഡിഫറൻസ് 2/3 എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്ത് വരും? ദ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഈസ് the algebraic
expression is xn is equal to dn plus x1 minus d. ഇതാണ് ഇക്വേഷൻ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കോമൺ ഡിഫറൻസ് 2/3 ആണ്. 2/3n പ്ലസ് 1/3 മൈനസ് 2/3 വിച്ച് ഇസ് ഈക്വൽ ടു 2/3n പ്ലസ് ഡിനോമിനേറ്റർ സെയിം ആണ്. കോമൺ ആയിട്ട് ആ ഡിനോമിനേറ്ററിനെ എഴുതാം. 1 മൈനസ് 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -1. നമ്മൾ പറഞ്ഞായിരുന്നു പ്ലസും മൈനസും വരുമ്പോൾ നെഗറ്റീവ് സൈൻ ആണ്. അതായത് 2/3n മൈനസ് 1/3 എന്ന് വരും. കോമൺ ടേംസ് ഒന്ന് പുറത്തെടുക്കണം. ഇതിൽ നോക്കിയേ, ന്യൂമറേറ്റേഴ്സിൽ കോമൺ ആയിട്ടൊന്നുമില്ല. ഡിനോമിനേറ്ററിൽ 3 കോമൺ അല്ലേ. അപ്പോൾ ആ 3 കോമൺ ആയിട്ട് എടുക്കുമ്പോൾ 1/3 എന്ന് പറഞ്ഞുകൊണ്ടേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ന്യൂമറേറ്ററിലെ ബാലൻസ് എന്ത് വരും? 2n. ഇപ്പോഴത്തെ എത്ര തന്നെ? -1. അപ്പോൾ 1/3 ഇൻറ്റു 2n മൈനസ് 1 എന്ന് വരും ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. നമുക്ക് കാണിക്കേണ്ടത് ഇതിൽ എല്ലാ ഓഡ് നമ്പേഴ്സും ഉണ്ടാവും, ഈവൻ നമ്പേഴ്സ് ഉണ്ടാവില്ല എന്നാണ്. ഈ കിട്ടിയേക്കണ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് നോക്കിയേ, 2n ഒരു നമ്പറിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഈവൻ നമ്പർ ആയിരിക്കും. പക്ഷെ അതിൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ കിട്ടുന്നത് എപ്പോഴും എന്തായിരിക്കും? ഓഡ് നമ്പർ ആയിരിക്കും. അതായത് 2n മൈനസ് 1 ഈസ് ഓൾവേസ് ആൻ ഓഡ് നമ്പർ. 2n എന്ന് പറഞ്ഞത് ഈവൻ ആണ്, പക്ഷേ -1 ചെയ്യുമ്പോൾ കിട്ടുന്നത് എപ്പോഴും ഓഡ് നമ്പർ ആയിരിക്കും. 2n മൈനസ് 1 ഈസ് ഓൾവേസ് ആൻ ഓഡ് നമ്പർ. ഓഡ് നമ്പർ ആണെങ്കിൽ അത് ഇൻറ്റു 1/3 എപ്പോഴും ഓഡ് നമ്പർ ആയിരിക്കും. അപ്പോൾ ഈവൻ നമ്പേഴ്സ് ഈ സീക്വൻസിൽ ഉണ്ടാവോ? ഇല്ല. അപ്പം നമുക്ക് എഴുതാൻ പറ്റും, ദിസ് മീൻസ് ദാറ്റ് this sequence cannot contain even numbers. ഈവൻ നമ്പേഴ്സ് ഒന്നും ഉണ്ടാവില്ല എന്ന് ഒറ്റയടിക്ക് നമുക്ക് പറയാം. ഇനി ഓഡ് നമ്പേഴ്സ് എല്ലാം ഉണ്ടാവും എന്ന് കാണിക്കണം. അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഡ് നമ്പർ 1 ആണ്. 1 ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ന്യൂമറേറ്ററിൽ 3 എന്ന് വരണ്ടേ, എന്നാലല്ലേ ഡിനോമിനേറ്റേഴ്സ് ക്യാൻസൽ ചെയ്ത് പോയി കിട്ടുള്ളൂ. അതായത് 2n മൈനസ് 1 എന്നുള്ളത് 3 എന്ന് കിട്ടണം. 2n മൈനസ് 1 എന്നുള്ളത് 3 എന്ന് വരണം, എന്നാലാണ് ആ 3യും 3യും ക്യാൻസലായി പോവുള്ളൂ. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്രയായിരിക്കണം? -1 അപ്പുറത്തോട്ട് വരുമ്പോൾ എത്രയാണ്? +1. 3 + 1 എന്ന് പറഞ്ഞാൽ 4 ആണ്. പിന്നെ 2 ഇപ്പുറത്തോട്ട് വരുമ്പോൾ /2 ആവും, അതായത് 4/2. എന്നെ എത്ര കൊടുത്താലാണ് ഇവിടെ 3 എന്ന് കിട്ടുള്ളൂ? 2 കൊടുത്താലാണ് ഇവിടെ 3 എന്ന് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ എഴുതേണ്ടത് വർക്കിംഗ് കോളത്തിൽ ചെയ്ത് നോക്കിയാൽ മതി. എന്നിന് കൊടുക്കേണ്ട വാല്യൂ ഇഫ് n is equal to 2, x2 equal to, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/3 ഇൻറ്റു 2 × 2 - 1. 2 × 2 4 ആണ്. 4 - 1 എന്ന് പറഞ്ഞാൽ 3 വരും. 3 ക്യാൻസൽ ചെയ്ത് പോയാൽ ആൻസർ എത്ര കിട്ടി? 1 എന്നുള്ള ഓഡ് നമ്പർ കിട്ടി. ഇനി എന്നിൻ്റെ പ്ലേസിൽ ഏത് നമ്പർ കൊടുത്താലാണ് നെക്സ്റ്റ് ഓഡ് നമ്പർ കിട്ടണത്? നെക്സ്റ്റ് ഓഡ് നമ്പർ എന്നുള്ളത് എന്താണ്? 3 ആണ്. നെക്സ്റ്റ് ഓഡ് നമ്പർ 3 കിട്ടണം. 3 കിട്ടണം എന്നുണ്ടെങ്കിൽ 3യുടെ മൾട്ടിപ്പിൾ ഇവിടെ എത്രയാണ് വരേണ്ടത്? 9 വന്നാലാണ് 3യും 9ഉം കൂടി ക്യാൻസൽ ചെയ്ത് ഇവിടെ 3 എന്നുള്ള ഓഡ് നമ്പർ കിട്ടുള്ളൂ. അപ്പം 9 വരണമെന്നുണ്ടെങ്കിൽ 2n മൈനസ് 1 ഈക്വൽ ടു ആണ് 9 എന്നുള്ള വാല്യൂ വരേണ്ടത്. 9 വന്നാലല്ലേ ഡിനോമിനേറ്റേഴ്സ് ക്യാൻസൽ ചെയ്ത് നമുക്ക് 3 എന്നുള്ള ഓഡ് നമ്പർ കിട്ടുള്ളൂ. അതായത് 2n മൈനസ് 1 ഈക്വൽ ടു 9 എന്ന് വരണം. 2n മൈനസ് 1 ഈക്വൽ ടു 9 എന്ന് കിട്ടണം. -1 അപ്പുറത്തോട്ട് പോകുമ്പോൾ +1 ആവും. 9 + 1 എന്ന് പറഞ്ഞാൽ 10 ആണ്. n is equal to 10/2. എന്നിൻ്റെ പ്ലേസിൽ എത്ര വരണം? 5 എന്ന് വരണം. അപ്പോൾ if n is equal to 5, 5th ടേമിലാണ് ഓഡ് നമ്പർ വരുള്ളൂ. x5 is equal to 1/3 ഇൻറ്റു 2 × 5 - 1. 10 - 1 എന്ന് പറഞ്ഞാൽ 9 ആണ്. നമുക്ക് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ നെക്സ്റ്റ് ഓഡ് നമ്പർ 3 എന്ന് കിട്ടി. ഇനി അടുത്ത ഓഡ് നമ്പർ എത്രയാണ് കിട്ടേണ്ടത്? 5 എന്ന് കിട്ടണം. 5 എന്ന് കിട്ടണമെങ്കിൽ ഈ പ്ലേസിൽ 15 വന്നാലാണ് 3യും ഇതും കൂടി കട്ട് ചെയ്ത് പോയി 5 എന്നുള്ള ആൻസർ വരുള്ളൂ. അതായത് 2n മൈനസ് 1ൻ്റെ പ്ലേസിൽ 15 വരണം. 2n മൈനസ് 1 is equal to 15 വരണം. അതായത് 2n is equal to -1 ഇപ്പുറത്തോട്ട് വരുമ്പോൾ +1. 2n is equal to 16 വരണം. അതായത് n is equal to 16/2. എത്രയാണ് എന്നിൻ്റെ പ്ലേസിൽ കൊടുക്കേണ്ട വാല്യൂ? 8. if n is equal to 8, x8 is equal to 1/3 into 2 × 8 - 1, which is equal to 1/3 into 2 × 8 16 ആണ്. 16 - 1 എന്ന് പറയുമ്പോൾ 15 വരും.
ക്യാൻസലായി പോയാൽ നെക്സ്റ്റ് ഓഡ് നമ്പർ 5 കിട്ടും. ഇപ്പോൾ 3 ഓഡ് നമ്പർ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇതേപോലെ എല്ലാ ഓഡ് നമ്പേഴ്സും വരും. ഇപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ എഴുതിയതുപോലെ കണ്ടിന്യൂയിങ് ലൈക്ക് ദിസ് we get all odd numbers. എല്ലാ ഓഡ് നമ്പേഴ്സും ഇതേപോലെ കണ്ടിന്യൂ ചെയ്താൽ കിട്ടും എന്ന് എഴുതിയാൽ മതി. ക്ലിയർ ആയോ? ഇപ്പോൾ പ്രൂവ് ദാറ്റ് എന്നുള്ള പ്രോബ്ലംസ് വരുമ്പോൾ ആദ്യം ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ് നമ്മൾ കാണേണ്ടത്. ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടപ്പോൾ ഈവൻ നമ്പേഴ്സ് ഒന്നും ഇല്ലയെന്ന് കാണിക്കണം. 2n-1 എന്നുള്ളത് എപ്പോഴും എന്ത് നമ്പർ ആയിരിക്കും? ഓഡ് നമ്പർ ആയിരിക്കും. അതാണ് ദിസ് മീൻസ് ദാറ്റ് ദിസ് സീക്വൻസ് cannot contain ഈവൻ നമ്പേഴ്സ്. അതുകൊണ്ട് ഇതിൽ എന്തുണ്ടാവില്ല? ഈവൻ നമ്പേഴ്സ് ഉണ്ടാവില്ല. ഓഡ് നമ്പേഴ്സ് കാണിക്കാനായിട്ട് നമ്മൾ നോക്കാം. ന്യൂമറേറ്ററിൽ ഏത് നമ്പർ കൊടുത്താലാണ് 3 ആയിട്ട് ക്യാൻസൽ ചെയ്ത് പോയി 1 എന്നുള്ള ഓഡ് നമ്പർ കിട്ടാൻ നോക്കാം. അത് എന്നിൻ്റെ പ്ലേസിൽ എത്ര? 2n-1ൻ്റെ പ്ലേസിൽ എത്ര വരണം? 3 എന്ന് വരണം. എന്നാലാണ് അത് കിട്ടുള്ളൂ. അങ്ങനെ സൈഡിൽ ചെയ്ത് നോക്കിയിട്ട് വേണം ഇങ്ങോട്ടേക്ക് ആൻസർ എഴുതാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Sixth question. Prove that the squares of all the terms of an arithmetic sequence arithmetic sequence 4, 7, 10 etc. belongs to the sequence. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്. ആ സീക്വൻസിൻ്റെ സ്ക്വയേഴ്സ് എല്ലാം ഈ സീക്വൻസിൽ ഉണ്ടാവും എന്നാണ് കാണിക്കേണ്ടത്. പ്രൂവ് ദാറ്റ് the squares of all the terms of the arithmetic sequence, അതായത് 4ൻ്റെ സ്ക്വയർ 16 എന്നുള്ളത് ഈ സീക്വൻസിൽ ഉണ്ടാവും. 7 എന്നുള്ള ടേം എടുക്കണമെങ്കിൽ അതിൻ്റെ സ്ക്വയർ 49 എന്നുള്ളത് ഈ സീക്വൻസിൽ ഉണ്ടാവും എന്ന് കാണിക്കണം. 10 എടുത്തിട്ടുണ്ടെങ്കിൽ 10ൻ്റെ സ്ക്വയർ 100. അങ്ങനെ എല്ലാ ടേംസിൻ്റെയും സ്ക്വയേഴ്സ് ഈ സീക്വൻസിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും എന്നാണ് കാണിക്കേണ്ടത്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾജിബ്രായിക് എക്സ്പ്രഷനാണ് ഒരു സീക്വൻസിൽ പ്രൂവ് ദാറ്റ് തന്നാൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അത് കാണാൻ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും അറിയണം. ഫസ്റ്റ് ടേം 4 ആണെന്ന് തന്നിട്ടുണ്ട്. സീക്വൻസ് തന്നാൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ x2 - x1 7 - 4 which is equal to 3 എന്ന് കിട്ടും. നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. The algebraic expression is ഇക്വേഷൻ എന്താണ്? xn is equal to dn plus x1 minus d. ആ പ്ലേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കോമൺ ഡിഫറൻസിൻ്റെ പ്ലേസിൽ 3 ആണ്. അപ്പോൾ 3n plus x1 എന്ന് പറഞ്ഞാൽ 4 - 3 which is equal to 3n plus 1. ഇതാണ് ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ഈ ടേംസിൻ്റെയൊക്കെ സ്ക്വയേഴ്സ് എന്നാണ്. ഇപ്പോൾ എക്സ് എന്നുള്ള ടേമാണ് നമ്മൾ ഓൾജിബ്രായിട്ട് എടുക്കണമെങ്കിൽ എക്സ്എന്നിൻ്റെ സ്ക്വയറും ഇതിൽ തന്നെ വരണം. ഇപ്പോൾ ഈ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കിട്ടിയേക്കുന്നതിൻ്റെ മീനിങ് എന്താണ്? 1 ഈസ് ആഡഡ് ടു ദ മൾട്ടിപ്പിൾ ഓഫ് 3. 3യുടെ മൾട്ടിപ്പിളിൻ്റെ ഒപ്പം 1 ആഡ് ചെയ്ത് കിട്ടണതാണ് ആൻസറായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതാം ദിസ് മീൻസ് ദാറ്റ്, ഈ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ്റെ മീനിങ് this means that 1 is added to the multiple of 3. യുടെ മൾട്ടിപ്പിളിൻ്റെ ഒപ്പം 1 ആഡ് ചെയ്യാന്നാണ് അതിൻ്റെ മീനിങ്. ഇനി ഇതിൻ്റെ സ്ക്വയർ നമ്മൾ എടുത്ത് നോക്കണം. എക്സ്എന്നിൻ്റെ സ്ക്വയർ, എക്സ് എന്നുള്ള ടേമിൻ്റെ സ്ക്വയർ. എക്സ്എന്നിൻ്റെ ആൻസർ 3n + 1 എന്നാണ് വന്നേക്കണത്. അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3n-ഉം 1-ഉം കൂടി ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ എടുക്കേണ്ടത് എങ്ങനെയാണ്? a+b² ഫോമിൽ വേണം എടുക്കാൻ. എന്താണ് a+b² ഇക്വേഷൻ? a² + 2ab + b². ആ ആൻസറിൽ വേണം എത്താനായിട്ട്. എയുടെ പ്ലേസിൽ 3n-ഉം ബിയുടെ പ്ലേസിൽ 1-ഉം ആണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ വന്നത് a² 3n² +
2ab എന്നാണ്. 2 ഇൻറ്റു എയുടെ പ്ലേസിൽ 3n, ബിയുടെ പ്ലേസിൽ 1. ഇപ്പോൾ 2ab എന്നുള്ളത് പോയി. പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ പ്ലസ് 1 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 3യുടെ സ്ക്വയർ 9, എന്നിൻ്റെ സ്ക്വയർ n സ്ക്വയർ. ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ആൻസർ എത്രയാണ് കിട്ടുന്നത്? 3 ഇൻറ്റു 2 6 ആണ്. വേരിയബിളായിട്ട് അവിടെ n ആണുള്ളത്. അപ്പോൾ 6n വരും. പ്ലസ് 1ൻ്റെ സ്ക്വയർ 1. ഇതിന് നമുക്ക് ഈ ഫോമിൽ ആക്കാൻ പറ്റുമോ എന്ന് നോക്കണം. രണ്ടിൻ്റെയും മീനിങ് സെയിം ആയിട്ട് വന്നാലേ ഈ സ്ക്വയർ ഇതിലുണ്ടാവുള്ളൂ. അല്ലാണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്ക്വയേഴ്സ് ഉണ്ടാവില്ല എന്നാണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ പ്രൂവ് ദാറ്റ് എന്നായതുകൊണ്ട് ഈ മീനിങ്ങിൽ തന്നെ ഇത് വരും എന്നാണ് മീനിങ്. അപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ രണ്ട് ടേമിൽ നിന്നും +1 ഓൾറെഡി ഇവിടെ ഉള്ളതുപോലെ വന്നിട്ടുണ്ട്. ബാക്കിയുള്ള ഇത് 3യുടെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റണം. 9ൽ നിന്നും 6ൽ നിന്നും 3 നമുക്ക് ഔട്ട് സൈഡ് എടുക്കാമല്ലോ. 9ൽ നിന്ന് 3 ഔട്ട് സൈഡ് എടുത്താൽ എത്രയുണ്ട്? 3n സ്ക്വയർ. 6n നിന്ന് 3 ഔട്ട് സൈഡ് എടുത്തിട്ടുണ്ടെങ്കിൽ 6ൽ നിന്ന് 3 ഔട്ട് സൈഡ് എടുത്താൽ 2 ആണ്. പ്ലസ് 1 ഉണ്ട്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കി. 3 ഇൻറ്റു 3 9n സ്ക്വയർ. 3 ഇൻറ്റു 2n 6n പ്ലസ് 1 എന്ന് കിട്ടും. ഇതിൻ്റെ മീനിങ്ങും 1 ഈസ് ആഡഡ് ടു ദ പ്രൊഡക്റ്റ് ഓഫ് 3 എന്നല്ലേ. ഇതേ മീനിങ് തന്നെയല്ലേ ഇവിടെ വന്നേക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം ദിസ് മീൻസ് ദാറ്റ് one is added to the product of 3. രണ്ടിൻ്റെ മീനിങ് സെയിം ആയിട്ടാണ് വന്നേക്കുന്നത്. ദാറ്റ് ഈസ് ക്വസ്റ്റ്യനിലുള്ളത് പ്രൂവ് ചെയ്താണ് നമ്മൾ വെച്ചേക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിലുള്ളത് ലാസ്റ്റ് ആൻസർ ആയിട്ട് എഴുതുക. ദാറ്റ് ഈസ് ദ സ്ക്വയർ ഓഫ് all the terms of this sequence belongs to this sequence. ഈ സീക്വൻസിൻ്റെ സ്ക്വയേഴ്സ് എല്ലാം ഈ സീക്വൻസിൽ തന്നെ ഉണ്ടാവും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതാണ് ആൻസർ ആയിട്ട് കിട്ടിയേക്കുന്നത്. അപ്പോൾ എന്ത് പ്രൂഫിന് വന്നാലും ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതിയിട്ട് വേണം ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Prove that, 7th question, prove that the square of all the terms prove that the arithmetic sequence 5, 8, 11 etc. contains no perfect squares. ഈ സീക്വൻസിൽ ഒന്നിലും പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഒന്നും ഉണ്ടാവില്ല എന്ന് വേണം കാണിക്കാനായിട്ട്. നമ്മൾ പറഞ്ഞായിരുന്നു പ്രൂഫിൻ്റെ ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ വേണം എഴുതാൻ. ഫസ്റ്റ് ടൈം നമുക്കറിയാം 5 ആണ്, സെക്കൻഡ് ടൈം എന്ന് പറഞ്ഞത് 8 ആണ്. ഇപ്പോൾ കോമൺ ഡിഫറൻസ് എന്ത് വരും? x2 മൈനസ് x1, അതായത് 8 മൈനസ് 5, കോമൺ ഡിഫറൻസ് 3 എന്ന് കിട്ടും. നമ്മൾ ഓൾജിബ്രായിക് എക്സ്പ്രഷനാണ് കാണേണ്ടത്. ദ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഈസ് equation xn is equal to dn plus x1 minus d which is equal to common difference in the place 3 ആണ് തന്നേക്കുന്നത്. അപ്പോൾ 3n plus x1 minus d ആണ്. x1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 മൈനസ് d എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 which is equal to 3n plus 5 minus 3 എന്ന് പറഞ്ഞാൽ 2 ആണ്. എന്താണ് ഇതിൻ്റെ മീനിങ്? 2 is added to the product of 3. This means 2 is added to the product of 3. ഈ സീക്വൻസിൽ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഒന്നും വരില്ല എന്ന് വേണം കാണിക്കാനായിട്ട്. അപ്പം നമ്മൾ
ഈ ടേംസിൻ്റെ സ്ക്വയർ എടുക്കുക. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്വയർ എടുക്കുക, അതുണ്ടാവില്ല എന്ന് വേണം കാണിക്കാൻ. അപ്പോൾ ദ സ്ക്വയർ ഓഫ് ദ ടേം ഈസ് എക്സ് എന്നുള്ളതാണ് നമ്മുടെ ടേം. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് എന്നിൻ്റെ സ്ക്വയർ. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ 3n+2 ആണ്. 3n+2 ഹോൾ സ്ക്വയർ എന്ന് വരും. നമ്മൾ നേരത്തെ ചെയ്തതനുസരിച്ച് a+b ഹോൾ സ്ക്വയർ ഇക്വേഷൻ യൂസ് ചെയ്ത് വേണം കാണാൻ. ഇക്വേഷൻ എന്താണ്? ആൻസർ a+b ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ a² + 2ab + b² എന്നാണ്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ കാണിച്ചതാണ്. അപ്പോൾ ആൻസർ 9n² + ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × 3 4 ആണ്. 4 × 2 3 × 2 6, 6 × 2 12 എന്ന് വരും, +4 എന്ന് വരും. നമുക്ക് 3n+2 എന്നാണ് വരേണ്ടത്. 3 കോമൺ ആയിട്ട് പുറത്തെടുക്കണം. ഇവിടെ 3നേലും കൂടുതലല്ലേ 4. അപ്പോൾ 4നെ നമുക്ക് 3+1 എന്ന് എഴുതാമല്ലോ. 4നെ നമുക്ക് 3+1 എന്ന് എഴുതാം. അപ്പോൾ ഇതെല്ലാത്തിൽ നിന്നും നമുക്ക് 3 പുറത്തെടുക്കാൻ പറ്റും. 3 എന്നുള്ള ടേം കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്തിട്ടുണ്ടെങ്കിൽ 9ന് 3 ഔട്ട് സൈഡ് എടുത്താൽ 3n². 12ന് 3 പോയാൽ 4n. 3ന് 3 ഔട്ട് സൈഡ് എടുത്താൽ 1 + 1 എന്ന് വരും. ഇതിൻ്റെ മീനിങ് എന്താണ്? 1 ഈസ് ആഡഡ് ടു ദ പ്രോഡക്റ്റ് ഓഫ് 3. ഇവിടെ നമുക്ക് എങ്ങനെ കിട്ടിയേക്കണത്? 2 ഈസ് ആഡഡ് ടു ദ പ്രോഡക്റ്റ് ഓഫ് 3. രണ്ടും സെയിം മീനിങ്ങിലല്ലല്ലോ വന്നേക്കണത്. അപ്പോൾ ഇതിൻ്റെ മീനിങ് എഴുതാ. ദിസ് മീൻസ് ദാറ്റ് 1 ഈസ് ആഡഡ് ടു ദ പ്രോഡക്റ്റ് ഓഫ് 3. രണ്ടിൻ്റെ മീനിങ് സെയിം ആണോ? അല്ല. അതായത് സ്ക്വയേഴ്സ് ഒന്നും ഈ സീക്വൻസിൽ ഉണ്ടാവില്ല എന്ന് വേണം എഴുതാൻ. ദാറ്റ് ഈസ് ദിസ് അരിത്തമെറ്റിക് സീക്വൻസ് does not contain perfect squares. Perfect squares ഒന്നും ഉണ്ടാവില്ല എന്നാണ് കിട്ടിയേക്കുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ സീക്വൻസിൻ്റെ എന്തെങ്കിലും പ്രൂഫ് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ എടുക്കണം. അതിനുശേഷം എന്താണോ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് അതനുസരിച്ച് കണ്ടുപിടിക്കുക. രണ്ടിൻ്റെ മീനിങ് സെയിം ആയിട്ടാണ് വന്നതെങ്കിൽ ആ ടേംസ് അതിലുണ്ടാവും എന്നാണ്. മീനിങ് സെയിം അല്ലാണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ടേംസ് അതിലുണ്ടാവില്ല എന്ന് വേണം എടുക്കാനായിട്ട്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, eighth question, write the whole numbers in the arithmetic sequence write the whole numbers in the arithmetic sequence 11/8, 14/8, 17/8, etc. Do they form an arithmetic sequence? Do they form an arithmetic sequence? ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്, അതിൻ്റെ വോൾ നമ്പേഴ്സ് കണ്ടുപിടിച്ച് എഴുതാം. ആ വോൾ നമ്പേഴ്സ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇപ്പം നമ്മൾ സാധാരണ പ്രൂഫിലൊക്കെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കുന്നത് പോലെ തന്നെ ഇതിലും ഫസ്റ്റ് ടേം 11/8 ആണ്. കോമൺ ഡിഫറൻസ് x2 മൈനസ് x1 ആണ്. x2 എന്ന് പറഞ്ഞാൽ 14/8 മൈനസ് 11/8. കോമൺ ഡിനോമിനേറ്റർ സെയിം ആണ്. 14 മൈനസ് 11 എന്ന് പറഞ്ഞാൽ 3. കോമൺ ഡിഫറൻസ് 3/8 കിട്ടും. ഇനി ആൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതാം. ദ ആൾജിബ്രായിക് എക്സ്പ്രഷൻ ഈസ് ഇക്വേഷൻ x is equal to dn plus x1 minus d. കോമൺ ഡിഫറൻസ് 3/8 ആണ്. 3/8n plus 11/8 minus 3/8. എത്രയാണ് 11 minus 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
വിച്ച് ഇസ് ഈക്വൽ ടു 8 ആണ്. അപ്പോൾ 3/8n പ്ലസ് 8/8 എന്ന് വരും. 8/8 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു 3/8n പ്ലസ് ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ 1 എന്ന് കിട്ടും. ഇതിൻ്റെ മീനിങ് എന്താണ്? നമുക്കൊരു വോൾ നമ്പർ കിട്ടണം എന്നുണ്ടെങ്കിൽ, ക്വസ്റ്റ്യനിൽ വോൾ നമ്പർ കിട്ടണം എന്നാണ്. വോൾ നമ്പർ കിട്ടണം എന്നുണ്ടെങ്കിൽ n എന്നുള്ളത് 8ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരണം, എന്നാലാണ് ഫ്രാക്ഷൻസ് ഇല്ലാണ്ട് നമുക്കൊരു വോൾ നമ്പർ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എഴുതാം, ദിസ് മീൻസ് ദാറ്റ് വി ഗെറ്റ് എ വോൾ നമ്പർ. ക്വസ്റ്റ്യനിൽ വോൾ നമ്പർ ആയതുകൊണ്ടാണ് അതിൻ്റെ കണ്ടീഷൻ എഴുതുന്നത്. വി ഗെറ്റ് എ വോൾ നമ്പർ if and only if n is a multiple of 8. n is a multiple of 8. n എന്നുള്ളത് 8ൻ്റെ മൾട്ടിപ്പിൾ ആയാൽ മാത്രമേ ഫ്രാക്ഷൻസ് ഇല്ലാണ്ടുള്ള ഒരു വോൾ നമ്പർ കിട്ടുള്ളൂ. അപ്പോൾ 8ൻ്റെ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണ്? ദാറ്റ് ഈസ് എന്നിൻ്റെ വാല്യൂ വരേണ്ടത് 8, 16, 24 എക്സെട്ര. ഈ വാല്യൂസാണ് എന്നിന് വരേണ്ടത്. അപ്പോൾ നമുക്കത് കൊടുത്ത് വോൾ നമ്പേഴ്സ് ഉണ്ട് ഏതൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം എന്നിന് 8 എന്നുള്ള നമ്പറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ എന്ത് ഒരു ആൻസർ? x8 is equal to 3/8 ഇൻറ്റു എന്നിൻ്റെ പ്ലേസിൽ 8 ഇട്ട് കൊടുക്കുക. 8 + 1 കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ 3 + 1 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 4 ആണ് ഫസ്റ്റ് വോൾ നമ്പർ വന്നത്. ഇനി എന്നിൻ്റെ പ്ലേസിൽ 16 ഇട്ട് കൊടുക്കുക. x16 is equal to 3/8 ഇൻറ്റു 16 + 1. ഇവിടെ ഓൾജിബ്രായിക് എക്സ്പ്രഷനിലാണ് നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ 8ഉം 16ഉം ക്യാൻസൽ ചെയ്ത് പോയാൽ 2 കിട്ടും. 3 × 2 6, 6 + 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 ആണ്. നെക്സ്റ്റ് n is equal to 24. x24 is equal to 3/8 ഇൻറ്റു 24 + 1. 824ൽ 3 ടൈംസ് ആണ്. 3 × 3 9, 9 + 1 എന്ന് പറഞ്ഞാൽ ആൻസർ 10 വരും. ഇതാണ് നമ്മുടെ വോൾ നമ്പേഴ്സ്. വോൾ നമ്പേഴ്സ് 4, 7, 10 എക്സെട്ര ആണ്. അത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമ്മുടെ ആൻസറിൽ വരേണ്ടത് ദ സീക്വൻസ് ഓഫ് വോൾ നമ്പർ ഈസ്, വോൾ നമ്പറിൻ്റെ സീക്വൻസ് ചെയ്താൽ 4 ആണ് ഫസ്റ്റ് വോൾ നമ്പർ, 7, 10 എക്സെട്ര. ഇനി ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് കാണിക്കണം. അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ കോമൺ ഡിഫറൻസ് സെയിം ആയിരിക്കണ്ടേ. അപ്പോൾ കോമൺ ഡിഫറൻസ് ആദ്യം x2 - x1 ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ 7 - 4 3 എന്ന് കിട്ടും. അടുത്തത് x3 - x2 ഇക്വേഷൻ യൂസ് ചെയ്യണമെങ്കിൽ 10 - 7 4. കോമൺ ഡിഫറൻസ് സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതെന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അപ്പോൾ എഴുതേണ്ടത് the common difference is same. Therefore, the sequence of whole numbers form an arithmetic sequence. വോൾ നമ്പേഴ്സ് നമ്മൾ സീക്വൻസ് ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അരിത്തമെറ്റിക് സീക്വൻസ് ആവും എന്നാണ് പറയണത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, സീക്വൻസ് തന്നിട്ടുണ്ട്, അതിൻ്റെ വോൾ നമ്പേഴ്സ് കണ്ടുപിടിക്കണം. അതിനാദ്യം നമ്മൾ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു. വോൾ നമ്പർ കിട്ടണം എന്നുണ്ടെങ്കിൽ n 8ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അതായത് എന്നിന് ഈ വാല്യൂസൊക്കെയാണ് വരേണ്ടത്. ആ വാല്യൂസൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന ആൻസേഴ്സാണ് ആ സീക്വൻസിലെ വോൾ നമ്പേഴ്സ്. അത് സീക്വൻസ് ആയിട്ട് എഴുതിയിട്ട് അത് AP ആണോ എന്ന് ചെക്ക് ചെയ്തേക്കണേന്. സോറി, ഇവിടെ 10 - 7 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് രണ്ടും സെയിം ആയതുകൊണ്ട് അതെന്താണെന്ന് പറയാം? അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് പറയാം. ഓക്കെ.